Morning, students. In our last class, we discussed the script, the red balloon, the boy and the balloon. Okay, and we were moving to the activities, and some activities we have given to you today. In page number 162, activity 2. Listen to activity 2. What you can see in the activity 2. Let's read that activity. Some of the characters favor the balloon and the boy, but some others do not. Find them out and write in the following table. അതായത് ഈ സ്ക്രിപ്റ്റിൽ ചില കഥാപാത്രങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കുട്ടിയെയും ബലൂണിനെയും സപ്പോർട്ട് ചെയ്യുന്ന കഥാപാത്രങ്ങളുണ്ട്. ചില കഥാപാത്രങ്ങൾ ഇവർക്ക് യാതൊരു സ്ഥാനവും കൊടുക്കാതെ ഇവരെ ഒപ്പോസ് ചെയ്യുന്ന കഥാപാത്രങ്ങളുമുണ്ട്, എതിർക്കുന്ന കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ അത് എഴുതുക. ദോസ് ഹു ഫേവർ, ഈ കുട്ടിക്ക് അനുകൂലമായി നിൽക്കുന്ന, അല്ലെങ്കിൽ ബലൂണിനും കുട്ടിക്കും അനുകൂലമായി നിൽക്കുന്ന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ഈ കഥയിൽ? ഒരു സ്വീപ്പർ കുട്ടിക്ക് അനുകൂലമാണ് അല്ലേ? കാരണം എന്താണ്, ആ ബലൂണ് വാങ്ങിയിട്ട് സ്വീപ്പർ എന്ത് ചെയ്യുന്നുണ്ട്, കൂടെ പിടിക്കുന്നുണ്ട്. വേറെ ആരൊക്കെയാണ് ആ ബലൂണിനും കുട്ടിക്കും അനുകൂലമായി നിൽക്കുന്ന ഈ കഥയിലെ കഥാപാത്രങ്ങൾ? പറയൂ. ആ തെരുവിൽ അവരെ സഹായിച്ച ആളുകളുണ്ടല്ലോ, ആ കുട്ടിയെ കുടയിൽ നിർത്തിയ ആളുകളും മറ്റുമൊക്കെ ആയിട്ട് കുറേ ആളുകളുണ്ട് അല്ലേ? അപ്പോൾ പീപ്പിൾ ഇൻ ദി സ്ട്രീറ്റ് എന്ന് എഴുതാം. അതുപോലെ ദി മൗണ്ടഡ് സോൾജിയർ എന്ന് എഴുതാം. പട്ടാളക്കാരനൊക്കെ നോക്കിന്നുണ്ടല്ലോ അല്ലേ? ഇനി ദോസ് ഹു ഡു നോട്ട് സപ്പോർട്ട്, ഇവരെ സഹായിക്കാത്തവരാരൊക്കെയാണ്? കണ്ടക്ടർ അല്ലേ? കണ്ടക്ടർ സഹായിച്ചിട്ടില്ല. കാരണം എന്താണ്? കണ്ടക്ടർ എന്ത് ചെയ്യാണ്? കണ്ടക്ടർ എന്താ ചെയ്തത്? ഈ കുട്ടിയെ ബലൂണുമായി അകത്ത് ബസ്സിൽ കയറാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ കണ്ടക്ടർ സഹായിക്കാത്ത ആളാണ്. അതുപോലെ ടീച്ചർ എന്തോ നോട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ ടീച്ചർ സഹായിക്കുന്നുണ്ടാവില്ല. അമ്മയുണ്ട്, മദർ ബലൂണ് പുറത്തേക്ക് എറിയാണ് ചെയ്യുന്നത് അല്ലേ? ഡോഗുണ്ട്, ആ നായ ബലൂണിന് നേരെ ചാടുന്നുണ്ട്. ഇങ്ങനെ ഇതൊക്കെയാണ്, അത് നോട്ട് ചെയ്ത് വെക്കുക. സിമ്പിളാണ്. ദ നെക്സ്റ്റ് ആക്ടിവിറ്റി 3, പേജ് നമ്പർ 163. ദി മദർ ഡസ് നോട്ട് അലോ ദി ബോയ് ടു കീപ് ദി ബലൂൺ ഇൻസൈഡ് ദി ഹൗസ്. അമ്മ ബലൂണ് അകത്ത് സൂക്ഷിക്കാൻ അനുവദിക്കുന്നില്ല. ഷീ ടേക്സ് ദി ബലൂൺ ആൻഡ് ത്രോസ് ഇറ്റ് ഔട്ട്. അമ്മ ബലൂൺ എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുന്നുണ്ട്. ദി ബോയ് മൈറ്റ് ഹാവ് പ്രൊട്ടസ്റ്റഡ്. ഈ കുട്ടി അതിനെ എതിർത്തിട്ടുണ്ടാവും, കളയരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ദി ഫോളോയിങ് ഈസ് ദി ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദം. അപ്പോൾ അമ്മയും മകനും തമ്മിൽ ഒരു സംഭാഷണം നടന്നിട്ടുണ്ടാവുമല്ലോ. ആ സംഭാഷണം എഴുതാനാണ്. ഇറ്റ്സ് വെരി സിമ്പിളാണ്, നിങ്ങൾ അതൊന്ന് എഴുതി നോക്കണം. അപ്പോൾ മദർ പറയാണ്, വേർ ഡിഡ് യു ഗെറ്റ് ദിസ് ബലൂൺ ഫ്രം? എവിടുന്നാണ് നിനക്ക് ഈ ബലൂൺ ലഭിച്ചത്? അപ്പോൾ കുട്ടി പറയണം, ഐ ഗോട്ട് ഇറ്റ് ഫ്രം ദി സ്ട്രീറ്റ്. എനിക്ക് സ്ട്രീറ്റിൽ നിന്നാണ് ലഭിച്ചത്. അപ്പോൾ അമ്മ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടോ? വൈ ഡിഡ് യു ബ്രിങ് ഹിയർ? എന്തിനാ അത് ഇവിടെ കൊണ്ടുവന്നത്? അപ്പോൾ അതിന് കുട്ടി മറുപടി പറയും, അമ്മ എന്തെങ്കിലും. അങ്ങനെ ഇത് നിങ്ങളുടേതായ രീതിയിലൊരു സംഭാഷണം ബിറ്റ്വീൻ ദി മദർ ആൻഡ് ദി ബോയ്. ഓക്കെ, ഐ തിങ്ക് you will do it very neatly. Okay, then fourth activity. The boy feels deeply hurt by the attitude of his mother and the conductor towards the balloon. The boy feels deeply hurt by the attitude of his mother and the conductor towards the balloon. തൻ്റെ അമ്മയുടെയും ആ കണ്ടക്ടറുടെയും ബലൂണിനോടുള്ള ആറ്റിറ്റ്യൂഡ്, മനോഭാവം കുട്ടിയെ വളരെയധികം വേദനിപ്പിച്ചു. He expresses feeling in a letter addressed to his friend. അപ്പോൾ തൻ്റെ ഫീലിങ്സൊക്കെ തൻ്റെ സുഹൃത്തിനോട് എഴുതി അറിയിക്കുകയാണ് ഈ കുട്ടി. അപ്പോൾ ആ കത്ത് എഴുതാനാണ് ഡ്രാഫ്റ്റ് ദാറ്റ് ലൈക്ലി ലെറ്റർ. അപ്പോൾ തൻ്റെ സുഹൃത്തിന് തൻ്റെ ഈ അമ്മയും ഈ കണ്ടക്ടറൊക്കെ കാണിച്ച ആ ക്രൂരത അല്ലെങ്കിൽ അവരുടെ ആ സ്വഭാവമൊക്കെ വിവരിച്ചുകൊണ്ട് തൻ്റെ സുഹൃത്തിനൊരു കത്ത് എഴുതുകയാണ് ഈ കുട്ടി. ആ കത്ത് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇത് ഏത് തരം കത്തായിരിക്കും? ഇറ്റ് ഈസ് ക്ലിയർ, ഇറ്റ് ഈസ് എ പേഴ്സണൽ ലെറ്റർ. തൻ്റെ ഫ്രണ്ടിനാണ് എഴുതുന്നത്, പേഴ്സണൽ ലെറ്റർ അല്ലേ? സുഹൃത്തിന് എഴുതുന്ന കത്താണ്. അപ്പോൾ ഒരു പേഴ്സണൽ ലെറ്റർ അല്ലെങ്കിൽ ഏത് ലെറ്റർ എഴുതുകയാണെങ്കിലും ഫസ്റ്റ് എന്താണ് വേണ്ടത്? പ്ലേസും ഡേറ്റും വേണം അല്ലേ? പ്ലേസ് ആൻഡ് ഡേറ്റ് വേണം.
അത് മുഴുവൻ അഡ്രസ്സായിട്ട് എഴുതണമെന്നില്ല, ജസ്റ്റ് പ്ലേസ് ആൻഡ് ഡേറ്റ് എഴുതിയാലും മതി. ഇവിടെ നമ്മളൊന്ന് എഴുതി നോക്കാം, ഒരു മോഡൽ എഴുതി നോക്കാം. അപ്പോൾ പ്ലേസും ഡേറ്റും എഴുതി ഇവിടെ. ഇറ്റ് ഈസ് ഇൻ ദി ലെഫ്റ്റ് സൈഡ്. ഇഫ് യു വാണ്ട് യു ക്യാൻ റൈറ്റ് ഇറ്റ് റൈറ്റ് സൈഡ് ആൾസോ. ഇത് ഇടതുവശത്താണ് ഞാൻ എഴുതിയെന്ന് മാത്രം, പ്ലേസും ഡേറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വലതുവശത്തും എഴുതാം, അത് അപ് ടു യു. ഇപ്പോൾ ജാസ്മിൻ അവന്യൂ, ഇപ്പം നിങ്ങൾ ഇടതുവശത്ത് തന്നെ എഴുതിക്കോളൂ, എല്ലാവരും ഒരേ രീതിയിലായിക്കോട്ടെ. ഇപ്പോൾ ഒരു ഉദാഹരണം എഴുതിയതാണ്. ജാസ്മിൻ അവന്യൂ 2/44 ടാഗോർ സ്ട്രീറ്റ്, കാലിക്കറ്റ് 12, February 6, 2021. അപ്പോൾ പ്ലേസും ഡേറ്റും ആണിത്. ഇനി ഇത് മുഴുവനായിട്ട് എഴുതുന്നില്ലെങ്കിൽ ഇപ്പോൾ കാലിക്കറ്റ് February 6, 2021 എന്ന് എഴുതിയാലും പ്ലേസും ഡേറ്റും ആയി. അപ്പോൾ പ്ലേസും ഡേറ്റും എഴുതി. ഇനി അതിൻ്റെ അടിയിൽ എന്ത് എഴുതണം? അതിൻ്റെ അടിയിൽ എഴുതേണ്ടത് സല്യൂട്ടേഷനാണ്. സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അഭിസംബോധന ചെയ്യുക. ആരെയാണ് അഭിസംബോധന ചെയ്യുന്നത്? തൻ്റെ സുഹൃത്തിനെയാണ്. അവനൊരു പേര് കൊടുത്തു, ഡിയർ ജോൺ, പ്രിയപ്പെട്ട ജോൺ. ഇനി നമ്മൾ എന്താ എഴുതേണ്ടത്? കണ്ടന്റ് ഓഫ് ദി ലെറ്റർ. അപ്പോൾ കണ്ടന്റ് നമുക്ക് എഴുതി നോക്കാം. ഇറ്റ് ഈസ് ലോങ് സിൻസ് ഐ ഹാവ് ഹേർഡ് എനിത്തിങ് ഫ്രം യു. എഴുതിയെടുത്തോളൂ, കണ്ടന്റ് എഴുതിക്കോളൂ. ഇറ്റ് ഈസ് ലോങ് സിൻസ് ഐ ഹാവ്, നമുക്ക് എഴുതാം കണ്ടന്റ്. ഇപ്പോൾ ഇവിടെ നിന്ന് എഴുതി തുടങ്ങാം. ഇറ്റ് ഈസ് ലോങ് സിൻസ് it is long since I have heard anything from you. I have heard anything from you. നിൻ്റെ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് കുറേ കാലമായി. നിന്നിൽ നിന്നൊരു ലെറ്ററൊക്കെ കിട്ടിയിട്ട്, നിന്നെക്കുറിച്ച് അറിഞ്ഞിട്ട് കുറേ കാലമായി. നിൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് കുറേ കാലമായി. It's just a formality. It is long since I have heard anything from you. Hope you are fine and doing well in your studies. Hope you are fine and doing well in your studies. Hope you are fine and doing well in your studies. നിനക്ക് സുഖമെന്ന് വിചാരിക്കുന്നു, നിൻ്റെ പഠനങ്ങളിലൊക്കെ നന്നായി പോകുന്നു എന്ന് വിചാരിക്കുന്നു. ഇനി അതിൻ്റെ ബാക്കി. ബാക്കി എന്താണ്? ഹോപ്പ് യു ആർ ഫൈൻ ആൻഡ് ഡൂയിങ് വെൽ ഇൻ യുവർ സ്റ്റഡീസ്. ഹൗ ഈസ് യുവർ ബ്രദർ? John, how is your brother? നിന്റെ ബ്രദറിന് എങ്ങനെയുണ്ട്? ബ്രദറിൻ്റെ ഒക്കെ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? I am writing this letter to share some of the problems that I face. I am writing this letter to share some of the problems that I face. To share some of the problems that I face. ഞാൻ ഈ കത്ത് എഴുതുന്നത് എന്തിനാണ്? ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ഷെയർ സം ഓഫ് ദി പ്രോബ്ലംസ് ദാറ്റ് ഐ ഫേസ്. ഞാൻ നേരിടുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ച് നിന്നോട് സംസാരിക്കാനാണ്, നിന്നോട് പറയാനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. യു നോ ദാറ്റ് ഐ ആം അലോൺ ഹിയർ. You know that I am alone here.
I am erasing this. You should write down it and make your own one. പറയാണ്, യു നോ ദാറ്റ് ഐ ആം അലോൺ ഹിയർ. നിനക്കറിയാമോ ഞാനിവിടെ ഒറ്റക്കാണ്. നോബഡി ഈസ് റെഡി ടു പ്ലേ വിത്ത് മീ. Nobody is ready to play with me. എൻ്റെ കൂടെ കളിക്കാൻ ആരും തയ്യാറാവുന്നില്ല. Nobody is ready to play with me. My classmates can't understand me. എൻ്റെ ക്ലാസ്മേറ്റ്സിനൊന്നും എന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഐ ആം അലോൺ അറ്റ് ഹോം ആൾസോ. ഐ ആം അലോൺ അറ്റ് ഹോം ആൾസോ. വീട്ടിലും ഞാൻ ഒറ്റക്കാണ്. ഫോർച്ചുനേറ്റ്ലി ഐ ഗോട്ട് എ റെഡ് ബലൂൺ ആസ് മൈ ഫ്രണ്ട്. ഫോർച്ചുനേറ്റ്ലി ഐ ഗോട്ട് എ റെഡ് ബലൂൺ ആസ് മൈ ഫ്രണ്ട്. ഭാഗ്യവശാൽ എനിക്കൊരു ചുവന്ന ബലൂൺ എൻ്റെ സുഹൃത്തായി ലഭിച്ചു. ഐ ഗോട്ട് ഇറ്റ് ഓൺ മൈ വേ ടു സ്കൂൾ. ഐ ഗോട്ട് ഇറ്റ് ഓൺ I got it on my way to school. ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്താണ് അതെനിക്ക് കിട്ടിയത്. ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് വഴിയിൽ വെച്ചാണ് എനിക്കത് കിട്ടിയത്. He understand me very well. ആ ബലൂണിന് എന്നെ നന്നായി മനസ്സിലാക്കാൻ സാധിച്ചു. He understand me very well. But nobody is ready to accept him. But nobody is ready to but nobody is ready to accept him. പക്ഷെ അവനെ ആക്സെപ്റ്റ് ചെയ്യാൻ ആരും തയ്യാറായില്ല. അമ്മയൊന്നും അവനെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. The conductor of a bus the conductor of a bus the conductor of a bus blocked me when I tried to get into the bus. When I tried to get into the bus with it. ഞാൻ ആ ബലൂണുമായി ബസ്സിൽ കയറുന്ന സമയത്ത് കണ്ടക്ടറിനെ തടഞ്ഞു, ബസ്സിൽ കയറാൻ അനുവദിച്ചില്ല. My mother also didn't allow me to take the balloon into the house.
mother also my mother also didn't allow me to take the balloon into the house. To take the balloon എന്താണ്? മൈ മദർ ആൾസോ ഡിഡിൻറ്റ് അലോ മീ ടു ടേക്ക് ദി ബലൂൺ ഇൻ ടു ദി ഹൗസ്. എൻ്റെ അമ്മയും ഈ ബലൂണ് വീട്ടിനകത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചില്ല. ഹൗ ക്യാൻ ഐ ഡീൽ വിത്ത് ദിസ് പ്രോബ്ലം? നെക്സ്റ്റ് ലൈനായിട്ട് എഴുതുക. ഹൗ ക്യാൻ ഐ ഡീൽ വിത്ത് ദിസ് ഹൗ ക്യാൻ ഐ ഡീൽ വിത്ത് ദിസ് പ്രോബ്ലം? ഞാൻ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും? ഹൗ ക്യാൻ ഐ ഡീൽ വിത്ത് ദിസ് പ്രോബ്ലം? ഹൗ ക്യാൻ ഐ ഡീൽ വിത്ത് ദിസ് പ്രോബ്ലം? ഞാൻ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും? റിയലി ഐ ഡോണ്ട് നോ. ശരിക്കും എനിക്ക് അറിയില്ല. സോറി, റിയലി ഐ ഡോണ്ട് നോ. ശരിക്കും എനിക്ക് അറിയില്ല എങ്ങനെ ഇത് പരിഹരിക്കുമെന്ന്. റിയലി ഐ ഡോണ്ട് നോ. I hope you can suggest a solution. I hope you can suggest a solution. I hope you can suggest a solution. നിനക്കൊരു പരിഹാരം പറഞ്ഞു തരാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ലൈനിൽ കൺവേ my best regards to your brother, father and mother. Let me stop now. Reply soon. പെട്ടെന്ന് തന്നെ മറുപടി നൽകണം. സോറി, reply soon. അപ്പോൾ പറയാണ് hope you can suggest a solution. Convey my best regards to your brother, father and mother. എൻ്റെ അന്വേഷണം പറയാം. അച്ഛനോടും അമ്മയോടും ബ്രദറിനോടൊക്കെ എൻ്റെ അന്വേഷണം പറയാം. ലെറ്റ് മീ സ്റ്റോപ്പ് നൗ. ഞാൻ നിർത്തട്ടെ. റിപ്ലൈ സൂൺ. ഇനി എന്ത് എഴുതണം? ഇനി അതേ ഭാഗത്ത് തന്നെ വിത്ത് ലവ്, അതായത് എന്താ അതിന് പറയാ, നെയിം ആൻഡ് സിഗ്നേച്ചറൊക്കെ എഴുതാം. വിത്ത് ലവ്, ഒരു പേര്, എന്താ പേര് എഴുതുക? ഈ കുട്ടിയുടെ പേര്. ആ ബോയ്ക്കൊരു പേര് കൊടുക്കാം വേണമെങ്കിൽ. വിത്ത് ലവ് സിഗ്നേച്ചർ SD. ഒരു നെയിം എന്തെങ്കിലും കൊടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, ദാറ്റ്സ് അപ് ടു യു. അപ്പോൾ ഇത്രയാണ് ആ കത്തിൻ്റെ ഉള്ളടക്കം. ഇനി ഞാൻ അതൊരിക്കൽ കൂടി വായിക്കാം ആ കത്ത്, എന്നിട്ട് നോക്കാം. അപ്പോൾ ആദ്യം ഇടതുവശത്ത് ഒരു പ്ലേസും ഡേറ്റും എഴുതുക. അതിനുശേഷം ഡിയർ, ആർക്കാണോ കത്ത് എഴുതുന്നത് അയാളെ അഭിസംബോധന ചെയ്യാം. ഡിയർ ജോൺ, it is long since I have heard anything from you. Hope you are fine and doing well in your studies. How is your brother John?
How is your brother? നിന്റെ ബ്രദറിന് എങ്ങനെയുണ്ട്? I am writing this letter to share some of the problems that I face. ഞാൻ നേരിടുന്ന ചില പ്രശ്നങ്ങൾ കുറിച്ച് പറയാനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. You know that I am alone here. Nobody is ready to play with me. My classmates can't understand me. I am alone at home. Also, fortunately, I got a red balloon as my friend. I got it on my way to school. He understands me very well, but nobody is ready to accept him. The conductor of bus blocked me when I tried to get into the bus with it. My mother also didn't allow me to take the balloon into the house. How can I deal with this problem? Really, I don't know. I hope you can suggest a solution. Convey my best regards, your brother, father and mother. Let me stop now. Reply soon. With love. Signature. That's all. Name. These are the model of a letter. Now you can write another one. Today we can stop here. The next class, in our next class, we can discuss our remaining activities. Okay. Thank you.